Hi everyone, welcome back to my YouTube channel and welcome to my Mexico vlog. Actual travel footages അല്ലെങ്കിൽ clips start ചെയ്യുന്നതിന് മുന്നേ I thought a quick introduction about our whole trip തരാമെന്ന്. So ഞങ്ങൾ ഒരു 5 day 5 nights ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ആൻഡ് ഞങ്ങൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് മെക്സിക്കോയിലെ കാബോ സാൻ ലൂക്കസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെന്ന് പറയുന്നത് ഒരു സദേൺ ടിപ്പ് ഓഫ് ബാജ കാലിഫോർണിയ പെനിൻസുല എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ പസഫിക് ഓഷനും സീ ഓഫ് കോർട്ടസും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അതാണ് സ്ഥലത്തിന്റെ ഒരു ഹൈലൈറ്റ്. ആൻഡ് ഞങ്ങൾ എല്ലാവരും ബുക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു പാക്കേജ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ട്രാവലോസിറ്റി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് പ്ലാറ്റ്ഫോം ത്രൂ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ സ്റ്റേയും ഫ്ലൈറ്റും ആൻഡ് അവിടെ ചെന്നിട്ടുള്ള എയർപോർട്ട് ട്രാൻസ്പോർട്ടേഷൻ, അതായത് നമ്മുടെ ഹോട്ടലിലോട്ടുള്ള ഹോട്ടൽ ആൻഡ് എയർപോർട്ട് ഷട്ടിൽ, അതും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു ബുക്ക് ചെയ്തത്. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ 5 day 5 nights ആയിരുന്നു. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു മോർണിംഗ് 6:10 നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അവിടെ നമ്മൾ 10:45 എത്തും. പക്ഷേ ഇവിടുത്തേനേക്കാളും, അതായത് ഞാൻ ഇവിടെ കാനഡയിൽ താമസിക്കുന്നത് ടൊറോണ്ടോയിലാണ്. അപ്പം ഇവിടുത്തെ ടൈമുമായിട്ടൊരു 3 hours ബാക്ക് ആണ് അവിടുത്തെ ടൈം. സോ ട്രാവൽ ടൈം ഡ്യൂറേഷൻ കൂടുതലുണ്ട്. പക്ഷെ അവിടുത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മോർണിംഗിൽ തന്നെ അവിടെ എത്തുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു ഫുൾ ഡേ കിട്ടുന്നത് പോലെയാണ് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തത്. എയർപോർട്ടിന് വെളിയിൽ ഇങ്ങനെ ഒരു നമ്പർ സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗ്രേ ലൈൻ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് നമ്മളെ പിക്ക് ചെയ്യുന്നത്. നമ്മളോട് 7 എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ അവിടെ നിന്ന് പേര് വിളിച്ചിട്ട് പിക്ക് ചെയ്യായിരുന്നു. ആൻഡ് ചൂടൊട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു വലിയ ഡിഫറൻസ് ആയിരുന്നു അത്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ റിസോർട്ടിലോട്ടൊരു 40 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ കാക്ടസ് ചെടികളെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാക്ടസ് പ്ലാന്റ്സ്, ഇത്രയും, അതായത് ഒരു കാക്ടസ് ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയായിരുന്നു ഇവിടെ കാക്ടസ് ചെടി വളർന്നു നിന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. റിസോർട്ട് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഭയങ്കര വലിയ റിസോർട്ടായിരുന്നു. ആൻഡ് നമ്മുടെ ചെക്ക് ഇൻ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു മെക്സിക്കൻ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഇതിനുള്ളിൽ തന്നെ പല ടൈപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയുള്ള വ്യൂസാണ് ഇതൊക്കെ. ഇതാണ് ഇവരുടെ കോർട്ട്യാർഡ്. ഇവിടെയാണ് രാത്രി പരിപാടികളൊക്കെ നടക്കുന്നത്. ഇതാ കാണുന്നത് ഒരു സ്റ്റേജാണ്. സ്റ്റേജിലാണ് ആൾക്കാർ പെർഫോം ചെയ്യുന്നത്. ഈ റിസോർട്ട് ഫുൾ കിളികളാണ് കേട്ടോ. എവിടെ നമ്മൾ പോയാലും ഫുൾ കിളികളുടെ സൗണ്ട് കേൾക്കാം. ഈ സ്ഥലത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്, വെള്ളം വീഴുന്ന സൗണ്ടും എല്ലാം ആയിട്ട്. ഞങ്ങളങ്ങനെ റൂമിൽ ബാഗൊക്കെ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നേരെ കാണുന്നതാണ് മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. നമ്മുടെ റൂമിന് തൊട്ടടുത്താണിത്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോയ സ്ഥലവും ഈ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഇവിടുത്തെ എടുത്തു പറയാനുള്ള കാര്യം ഇവിടുത്തെ ആൾക്കാരുടെ സർവീസാണ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ പ്ലേറ്റ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകും. ആൻഡ് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ലൈനിൽ നിൽക്കേണ്ട വന്നിട്ടില്ല, ഡിലേ ഉണ്ടായിട്ടില്ല ഫുഡ് കിട്ടാൻ. എല്ലാം എപ്പോഴും അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുൾ ചാർജായി. അപ്പം നമ്മൾ ഈ റിസോർട്ട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ റിസോർട്ടിനകത്ത് ഇതുപോലത്തെ കുട്ടി കുട്ടി ഷോപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് എടുക്കാൻ മറന്നുപോയ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുപോലെ യോഗ അല്ലെങ്കിൽ പൂളിലുള്ള കുറേ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ റിസോർട്ടിനൊരു ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പിനകത്ത് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അവരൊരു സ്കെഡ്യൂൾ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിസോർട്ടിൽ നടക്കുന്നതെന്നും അതെവിടെയാണ് നടക്കുന്നതെന്നും ഒക്കെ. ഇതൊരു 24 hours ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള വലിയൊരു റിസോർട്ടാണ് കേട്ടോ. ഇതിനുള്ളിൽ തന്നെ ഒരു 5 സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് സ്വിമ്മർ ബാർ, പിന്നെ 11 സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു വാട്ടർ തീം പാർക്ക്, അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വലിയ റിസോർട്ടാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ഡേയിൽ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നടന്നിട്ട് ഓരോ സ്ഥലങ്ങളും എവിടേക്കാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ആപ്പ് ത്രൂ അടുത്ത ദിവസം തൊട്ടുള്ള സ്കെഡ്യൂൾസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഓരോന്നിനും പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ പൂളെല്ലാം കണ്ട് അതിൽ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് നേരം നമ്മൾ പൂളിലും ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിന്നർ കഴിക്കാൻ സമയമായി. അതിനുവേണ്ടി ഞങ്ങളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ആൻഡ് ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ
കേരള ഫുഡിനോട് മാച്ച് ആവുന്ന രീതിയിൽ നല്ല സ്പൈസി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ടേസ്റ്റാണ് അവിടുത്തെ എല്ലാ ഫുഡിനും. ആൻഡ് ഫ്രൂട്ട്സ് ആണെങ്കിലും ഡെസേർട്ടൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് അറിഞ്ഞൂടെ എത്ര ദിവസം ഈ റിസോർട്ടിൽ നിന്നാലാണ് ഇവിടുത്തെ എല്ലാ ഡിഷസും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. അതുപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഓരോ ദിവസവും ഇത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ 6:30 ആയപ്പോൾ ഞങ്ങൾ റെഡിയായി. ഈ ട്രിപ്പിൻ്റെ മെയിൻ അട്രാക്ഷനും ഹൈലൈറ്റുമായിട്ടുള്ളൊരു സംഭവം നമ്മുടെ ബീച്ച് ഇന്നലെ കണ്ടില്ലായിരുന്നു. അത് മനഃപൂർവ്വം കാണാണ്ടിരുന്നതാണ്. ഫുൾ വെളിച്ചത്തിൽ സൺറൈസ് ടൈമിൽ നമുക്കത് കണ്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ബീച്ച് സൈഡിലോട്ടാണ് പോയത്. ആൻഡ് ഈ റിസോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നൊരു റോക്ക് ഫോർമേഷൻ ഉണ്ടല്ലോ, അതിനി ത്രൂ ഔട്ട് വീഡിയോ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെയായിരുന്നു ഞങ്ങൾ പിന്നെ ഫുൾ ടൈം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ്സുകളൊക്കെ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് നമുക്കിവിടെ റിസർവേഷൻ ഒന്നുമില്ല, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ടൈമിൽ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ, അതായത് ഓൺ ടൈം 7 o'clock ആയപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി. ആൻഡ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യൂ ആണ്. അതായത് ആ റോക്ക് ഫോർമേഷൻസും സീയും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതാണ് ബീച്ച് അറ്റ് ഒരു 7-7:30 ടൈം. ഇവിടെയൊന്നും തിരക്കൊന്നുമില്ല. ആൻഡ് ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ചെറിയൊരു സൈഡാണിത്, ഒരു പൂളുള്ള സൈഡ്. പക്ഷേ അവിടെ മെയിൻ റിയൂ എന്നൊക്കെ എഴുതിയേക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഈ ഓഷ്യൻ ഫേസ് ചെയ്തിട്ടുള്ള പൂൾസ് എല്ലാം ഇൻഫിനിറ്റി പൂൾസ് ആണ്. അതായത് ഇവിടെ കാണുന്ന ഈ ബീച്ചില്ലേ, അതൊന്നും സ്വിമ്മബിൾ അല്ല നമുക്ക്, കാരണം നല്ല ആഴവും കറണ്ടും ഉള്ള ഒരു സ്ഥലമാണ്. സോ സ്വിമ്മബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ റിസോർട്ട് ഏരിയാസിലും ഒരു ഇൻഫിനിറ്റി പൂളെങ്കിലും മിനിമം കാണും. നേരത്തെ ഇതുപോലെ എംറ്റി ആയിരുന്ന സ്ഥലം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇതുപോലെ ക്രൗഡഡ് ആയി, ഫുള്ള് വെൻഡേഴ്സൊക്കെ വന്നു. ഇവിടെ കൂടുതലും ഇതുപോലെ ചെറിയ ഗ്ലാസ്സുകൾ, ക്ലോത്ത് ഐറ്റംസ് ഇതൊക്കെ സെല്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡേ എക്സ്കേർഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ സെല്ല് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോട്ടലിനുള്ളിലും ഒരു എക്സ്കേർഷൻ ബുക്ക് ചെയ്യാവുന്ന ഏരിയ ഉണ്ട്. പക്ഷേ അതിലും നല്ല ചീപ്പായിട്ട് ഈ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ വാട്ടർ ടാക്സി, ആർച്ച് ടൂർ പ്ലസ് സ്നോർക്ലിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഈ ചേട്ടനാണ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നത്. ഞങ്ങൾ റിസോർട്ടിൽ ചോദിച്ചപ്പോൾ പെർ പേഴ്സൺ $80 or $60 എങ്ങാണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് $30 പെർ പേഴ്സൺ ആണ് തന്നത്. അങ്ങനെ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് റിസീറ്റൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഈ ഹോൾ ട്രിപ്പ് ബുക്ക് ചെയ്യാൻ നേരം അവരെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് തന്നെ ഈ എക്സ്കർഷൻസിൻ്റെ ഓപ്ഷൻ കാണിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് അത് ബുക്ക് ചെയ്തില്ലായിരുന്നു. കാരണം ഇവിടെ ഈ വെൻഡേഴ്സിൻ്റെ അടുത്ത് ഇതിലും ചീപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ചീപ്പായിരിക്കും എന്ന് വിചാരിച്ചില്ല. ബട്ട് സ്റ്റിൽ അവർ USDയിലാണ് പേയ്മെൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺവേർഷൻ റേറ്റ് എന്താണേലും നമുക്ക് എക്സ്ട്രാ വരും. റിസോർട്ടിലുള്ള വെൻഡേഴ്സ് വഴി ബുക്ക് ചെയ്യുന്നതും ഈ പുറത്തുള്ളവർ ത്രൂ ബുക്ക് ചെയ്യുന്നതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, റിസോർട്ടിൽ വെച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ റിസോർട്ട് ലോബിയിൽ തന്നെ വന്ന് അവർ നമ്മളെ പിക്ക് ചെയ്യും. ഇതിപ്പം നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്, അങ്ങ് ദൂരെയാണ് ഇവരുടെ ആൾക്കാരുള്ളത്. അപ്പോൾ അവിടെ വരെ നമ്മൾ നടന്നു പോകണം. ഇവിടെയാണ് വാട്ടർ എക്സ്കർഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ഥലം. ആൻഡ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഉറക്കെ സംസാരിക്കുന്നു, ഇത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എല്ലാവരും സംസാരിച്ച് നിൽക്കുന്നു. ആൻഡ് ആ വാട്ടർ ജെറ്റിൽ പോകുന്ന ആൾക്കാരുടെ സൗണ്ട്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ആക്റ്റീവ് പ്ലേസ് ആയിരുന്നു ഇത്. ആൻഡ് നമ്മൾ ഇതുപോലൊരു ബോട്ടിലാണ് പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാട്ടർ ടാക്സിയിൽ കയറി. നമ്മുടെ കയ്യിലൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാഗിനകത്ത് നമ്മുടെ എക്സ്ട്രാ ക്ലോത്ത്സും പിന്നെ ഒരു ടവല്, വെള്ളം, അങ്ങനത്തെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അവർ ലൈഫ് ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഈ ഒരു എക്സ്കർഷനിൽ അവർ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആർച്ചിൻ്റെ ഒരു ടൂറ് അവർ തരും. അതായത് ആർച്ച് കാണിച്ചിട്ട് അതെങ്ങനെ ഫോം ചെയ്തു, അതിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമുക്ക് സ്നോർക്ലിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും.
ഇതിലൊരു ഫണ്ണി തിങ് എന്നായിരുന്നെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ടാക്സിയിലിരുന്ന് പോകുമ്പോൾ എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ഓട്ടോയ്ക്ക് പോകുമ്പോൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതുപോലെ ഫുള്ള് ഗട്ടറിൽ കൂടെ പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളുടെ വാട്ടർ ടാക്സിയുടെ ആദ്യത്തെ സ്റ്റോപ്പായിരുന്നു ഈ കാണുന്ന കാബോ സാൻ ലൂക്കസ് മറീന. അപ്പം ഇവിടെയാണ് എല്ലാത്തരം വാട്ടർ ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്കർഷൻസിൻ്റെ മെയിൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് നിങ്ങൾക്കിപ്പം വെയിൽ വാച്ചിങ്ങിന് അല്ലെങ്കിൽ ഫിഷിങ്ങിന്, സ്നോർക്കലിംഗ് ട്രിപ്സ്, സൺസെറ്റ് ക്രൂസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഹബ്ബാണിത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോട്ടിലോട്ട് 2 പേരെയും കൂടെ ഇവിടുന്ന് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ആ സിറ്റി ഏരിയാസൊക്കെ കാണാം. ഇവിടെ കുറേ ഷോപ്സും ആൻഡ് ഫുഡ് ടൂർസൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് സ്നോർക്കലിങ്ങിന് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ഈ കാണുന്നതാണ് സീ ലയൺ. ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞത് ഇതുപോലെ ഇവിടെ ഒരു സീ ലയണിൻ്റെ കോളനി തന്നെ ഉണ്ട് എന്നാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളത് റിയലൈസ് ചെയ്തത്, ശരിക്കും സ്നോർക്കലിംഗ് പ്രോപ്പർലി ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, അത്ര ക്ലിയർ വാട്ടറുമാണ്. ഇവിടെ ഫുള്ള് മീനാണ്. നമുക്ക് ബോട്ടിലിരുന്ന് വെറുതെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ മീൻ പോകുന്നത് കാണായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷെ ഞങ്ങൾ ഈ ഫുൾ വാട്ടർ ടാക്സി ടൂർ കഴിഞ്ഞിട്ട് അവർ നമ്മൾ സ്നോർക്കലിങ്ങിൻ്റെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തെന്നേ ഉള്ളൂ, ഇറങ്ങുന്നില്ല. ഇനി അങ്ങോട്ട് ആർച്ച് സൈഡ് കാണാൻ വേണ്ടി നമ്മൾ പോവാം. ഈ കാണുന്ന സ്ഥലമെല്ലാം ആ സ്നോർക്കലിംഗ് ചെയ്യുന്ന ഒരു ഏരിയയുടെ ഭാഗമാണ്. ആൻഡ് ആ കാണുന്ന ക്ലിഫിലൊക്കെ മുകളിൽ കയറിയിട്ട് ആൾക്കാർ താഴോട്ട് ഡൈവ് ചെയ്യുന്നതൊക്കെ കണ്ടു. മേ ബി നല്ലപോലെ നീന്താൻ അറിയാവുന്ന ആൾക്കാരായിരിക്കും അത്, കാരണം നല്ല ആഴമുള്ള സ്ഥലമായത്. ഈ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഓഷ്യൻ്റെ ഓരോ ഏരിയാസിലും കളർ ചേഞ്ച് കാണാൻ പറ്റും. ഇവിടെ എല്ലാം പല ആഴമാണ്. ആഴം വെച്ചിട്ടാണ് ഈ കളേഴ്സ് ചേഞ്ച് ആവുന്നത്. ഈ കാണുന്ന ബീച്ചിൻ്റെ പേരാണ് ലവേഴ്സ് ബീച്ച്. അപ്പോൾ അതിനെ അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സൈഡിലെ വെള്ളവും അപ്പുറത്തെ പസഫിക് ഓഷനിലെ വെള്ളവും കൂടെ ആ നടുക്ക് സാൻഡൊക്കെ ഉള്ള സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലവേഴ്സ് ബീച്ച് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്നതാണ് സ്കൂബി ഡു റോക്ക്. അതായത് നമ്മുടെ പണ്ടത്തെ സ്കൂബി ഡു കാർട്ടൂണില്ലേ, അതിലെ സ്കൂബി ഡുവിൻ്റെ ഒരു ഷേപ്പില്ലേ റോക്കിന്. ഇവരങ്ങനെയാണ് സ്കൂബി ഡു റോക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർച്ച് ഓഫ് കാബോ സാൻ ലൂക്കസ്. ഇതിനെ ലാൻഡ്സ് എൻഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെയാണ് പസഫിക് ഓഷനും സീ ഓഫ് കോട്ടസും മീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ ഈ കാണുന്ന യാട്ടിലും ബോട്ടിലും ഒക്കെ വന്ന് ഫോട്ടോസ് എടുക്കാറുണ്ടായിരുന്നു. ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പസഫിക് ഓഷ്യൻ സൈഡിലോട്ടാണ്. എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, ഒരു കയറ്റം കയറി അപ്പുറത്തോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് വന്നത്. അതായത് അപ്പുറത്തെ സൈഡ് കുറച്ചുകൂടെ പൊങ്ങിയിരിക്കുന്ന സ്ഥലമായിട്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ ഒരു കയറ്റം കയറി പോകുന്നൊരു ഫീലായിരുന്നു എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ. അങ്ങനെ ഞങ്ങൾ പസഫിക് ഓഷ്യൻ സൈഡിലോട്ട് വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച ഈസ് ലൈക്ക്, എനിക്ക് പേടി വന്നു കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല. ഒരു മിനി വാട്ടർഫോളോ അല്ലെങ്കിൽ വേവ്സ് എല്ലാം കൂടെ അടിച്ചിട്ട് എന്തോ പോലെയായിരുന്നു. ഒരു ഡേഞ്ചർ സോണിൽ വന്നൊരു ഫീലായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ കടൽ പേടിയായിരുന്നു. ഈ കാണുന്നതാണ് ഡിവോഴ്സ് ബീച്ച്. ആൻഡ് ഡിവോഴ്സ് ബീച്ചിനെ അങ്ങനെ വിളിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്റ്റോറിയൊന്നുമില്ല. ഈ സൈഡിലുള്ള വെള്ളം കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണ് കമ്പയർഡ് ടു ദ സീ ഓഫ് കോട്ടസ് സൈഡ്. സോ അങ്ങനെ റഫായിട്ട് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സൈഡ് ആയതുകൊണ്ടാണ് ഇതിനെ ഡിവോഴ്സ് ബീച്ച് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വാട്ടർ ടാക്സി ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്നോർക്കലിംഗ് ഏരിയയിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരൊരു 1.5 hour തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയി. ആൻഡ് സ്നോർക്കലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ലൈഫ് ജാക്കറ്റും അതിന് വേണ്ട ഗിയറുകളെല്ലാം ഇവിടുന്ന് ഇവർ പ്രൊവൈഡ് ചെയ്തായിരുന്നു. നേരെ ആ കാണുന്ന ക്രൂസില്ലേ, ക്രൂസ് ഇത്ര അടുത്ത്, അതായത് ഷോറിനോട് വളരെ ക്ലോസ് ആയിട്ടാണ് ക്രൂസ് കിടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ എത്രത്തോളം ആഴമുള്ളൊരു സ്ഥലമാണിതെന്ന്. ഞങ്ങൾ ഇതിനു മുന്നേ സ്നോർക്കലിംഗ് ചെയ്തിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു, വായിൽ കൂടെ ശ്വാസം എടുക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ വെള്ളത്തിനടിയിൽ കിടന്നിട്ട് അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നല്ല ഉപ്പുവെള്ളമൊക്കെ ഞങ്ങൾ 2 പേരും കുടിച്ചായിരുന്നു ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കുറച്ചെങ്കിലും ശരിയായത്.
പക്ഷെ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ കിടന്നപ്പോൾ നല്ല പോസിറ്റിവിറ്റി, ഒരു മൂഡ് നല്ല പോലെ ചേഞ്ച് ആകുന്നുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിരുന്നു ഞങ്ങൾ. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി സ്നോർക്കലിംഗ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നു. അങ്ങനെ സ്നോർക്കലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്ന ഉടനെ നല്ല വിശപ്പുണ്ടായിരുന്നു. വാരി വലിച്ച് കിട്ടിയതെല്ലാം കഴിച്ചു. ഇന്നൊരു ഫുൾ ബിസി ഡേ ആണ് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഒരു ജംഗിൾ പാർട്ടിയാണ്. നമ്മുടെ റിസോർട്ടിനുള്ളിൽ തന്നെ നടക്കുന്നതാണ്. ഈ റിയു ഹോട്ടൽ ചൂസ് ചെയ്യാൻ തന്നെ ഉള്ളൊരു മെയിൻ റീസൺ ഇവിടെയുള്ള പാർട്ടീസ് ആയിരുന്നു. റിയു പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവലാണ്. റിയൂവിൽ നമുക്ക് ടോട്ടൽ 3 പാർട്ടി ഉണ്ട്. ഒന്ന് ജംഗിൾ പാർട്ടി, പിന്നെ ഒരു പിങ്ക് പാർട്ടി ആൻഡ് വൈറ്റ് പാർട്ടി. നമ്മൾ ഇതിനെല്ലാത്തിനും ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. അതൊക്കെ അനുസരിച്ചാണ് ഡ്രസ്സ് പാക്ക് ചെയ്തത്. ആൻഡ് ഇത് ഞങ്ങളുടെ ആദ്യത്തെ പാർട്ടിയാണ്. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അത്ര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചതിലുമൊക്കെ അപ്പുറത്തായിരുന്നു ഇവരുടെ സെറ്റപ്പ്. പക്ഷെ ഞങ്ങൾ സൂപ്പർ ടയേർഡ് ആയിരുന്നതുകൊണ്ട് ഒരു 1/4 മണിക്കൂറൊക്കെ ഞങ്ങൾ നിന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ സംഭവമൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് പിന്നെ റെസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. ഇവിടെ ഒരു മ്യൂസിക് ബാൻഡ് പെർഫോമൻസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാണ്. റിയുവിനൊരു മെയിൻ സ്റ്റേജ് ഉണ്ട് ഇവിടെ. പക്ഷേ ആ മെയിൻ സ്റ്റേജിലല്ലായിരുന്നു ഇവർ ഈ ബാൻഡ് സെറ്റ് ചെയ്തത്. ഒരു മിനി ആ ഒരു ഏരിയയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു. അല്ലെങ്കിലും ലൈവ് മ്യൂസിക് കേൾക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു രസമുണ്ടല്ലോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തതൊരു അഡൾട്ട്സ് ഓൺലി DJ പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ സ്ഥലം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പ്രത്യേകതയായിരുന്നു. അതായത് ഒരു മെമ്പേഴ്സ് ഓൺലി പാർട്ടി അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഇവൻറ്റിനൊക്കെ പോകുന്നൊരു വൈബായിരുന്നു ഇതിനകത്തോട്ട് കയറിയപ്പം. ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇതുപോലൊരു പരിപാടിക്കൊക്കെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനും പുതിയ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്ത് അവരുമായിട്ട് കമ്പനിയൊക്കെ അടിക്കാനും പറ്റുമെന്ന്. ഇവിടെ വന്നിട്ട് ഒത്തിരി ആൾക്കാരോട് സംസാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളറിയാത്ത ഒരു സ്ഥലത്ത് പോയി പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ്. ആൻഡ് എല്ലാവരും ഒരു സെയിം ഏജ് റേഞ്ചിലുള്ള ആൾക്കാരെ പോലെ എനിക്ക് തോന്നി കണ്ടിട്ട്. എല്ലാവരും നല്ല വൈബിലായിരുന്നു. അങ്ങനെ ഈ DJ പരിപാടിയും കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ ടയേർഡായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ട്, അതായത് ടു മച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെ തോന്നി. സോ ഇനി ഒരു റെസ്റ്റ് ഡേ വേണമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി കിടക്കാൻ. നാളെ ഒരു റെസ്റ്റ് ഡേ ആയിരിക്കും ഞങ്ങൾക്ക്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇനി. ബൈ.